ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. ആത്മീയഗിരിസംഭൂത രാമംഭോ നിധിസംഗത ശ്രീമദ് ഗംഗാപുരാതു ഫലത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 56 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് വനവാസത്തിന് ഉറപ്പിച്ച ശ്രീരാമൻ മാതാവായ കൗസല്യയെ കണ്ടിട്ട് അനുവാദം വാങ്ങില്ല. അവർ തമ്മിലുള്ള സംവാദങ്ങളൊക്കെ കേട്ടു. ആ ഭാഗം വരെ ഉള്ളതൊന്ന് പുനരവലോകനം ചെയ്ത് മറ്റ് രാമായണങ്ങളായി താരതമ്യം ചെയ്ത ശേഷം നമുക്ക് മുമ്പോട്ട് അടുത്ത ഇതിവൃത്തങ്ങളിലേക്ക് കടക്കാം. അയോധ്യാകാന്ഡത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ എല്ലാ രാമായണങ്ങളിലും ഉള്ളത് ശ്രീരാമന്റെ സ്വഭാവ ഗുണത്തൊക്കെ വർണ്ണിച്ച് അദ്ദേഹം സുഖമായി 12 വർഷക്കാലത്തോളം അയോധ്യയിൽ സുഖമായി സ്വസ്ഥമായി കഴിഞ്ഞു തന്നെയാണ്. അത് എല്ലാ രാമായണങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. അധ്യാത്മരാമായണത്തിൽ സവിശേഷമായിട്ടുള്ള സംഗതി, ബ്രഹ്മ നിർദ്ദേശപ്രകാരം ദേവർഷിയായ ശ്രീനാരദൻ വന്നിട്ട് രാമനോട് അവതാര കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയും അങ്ങ് രാജ്യഭാരയിട്ട് അയോധ്യയിൽ ചക്രവർത്തിയായിരുന്നാൽ രാവണവധം മുതലായത് സാധിക്കില്ല, അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കാനാണ് താൻ വന്നതെന്ന് പറയുന്നത്. ഇത് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തതാണ്, പല രാമായണങ്ങളിലും ഇല്ലാത്തതാണ്. അവിടെ നാരദൻ ആധ്യാത്മിക തത്വങ്ങളുള്ള വലിയ സ്തുതി രാമൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. രാമനാകട്ടെ താൻ തൻ്റെ കൃത്യങ്ങളൊന്നും മറക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മന്ധരയുടെ പ്രവേശം. മന്ധര കൈകേയിയെ ദുർബോധനപ്പെടുത്തുന്നത്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയുള്ളത് കൈകേയിയും ദശരഥൻ സംവാദം. തൻ്റെ ഭാര്യ ക്രോധാലയത്തിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ദശരഥൻ ക്രോധാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അവർ തമ്മിലുള്ള സംവാദമാണ് 3-ാം സർഗത്തില് അധ്യാത്മരാമായണത്തിൽ വിവരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിന് 4-1 ഉള്ളൂ. വാസ്തവത്തിൽ 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. അതിൽ 4-1 6000-നടുത്ത് മാത്രമേ അധ്യാത്മരാമായണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും വാൽമീകി വിസ്തരിക്കുന്നത് പോലെ അധ്യാത്മരാമായണം വിസ്തരിച്ചിട്ടില്ല. അദ്ദേഹം ആധ്യാത്മികമായ തത്വങ്ങളും സ്തുതികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു. വാൽമീകി ആകട്ടെ കാനന വർണ്ണനകളും കഥാപാത്രങ്ങളുടെ സ്വഭാവ ചിത്രീകരണത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് വൈകാരികമായ ധാരാളം വിഷയങ്ങൾ, ധാരാളം സന്ദർഭങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ ഈ കൈകേയി ദശരഥ സംവാദമൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഏറെക്കുറെ 10-ാമത്തെ സർഗം മുതൽ 24 വരെയുള്ള സർഗങ്ങൾ കൊണ്ടാണ് ഈ 2 സംവാദങ്ങളും പിന്നീട് കൈകേയിയുടെ വരപ്രാർത്ഥനയും ദശരഥൻ വരം കൊടുക്കുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം അനുഭവിക്കുന്ന മനക്ലേശങ്ങളും രാമനെ വിളിക്കുന്നതൊക്കെ ആകുമ്പോഴേക്ക് 24 സർഗം കഷ്ടിച്ച് 10-12 സർഗങ്ങൾ കൊണ്ട് വർണ്ണിച്ചതാണ്. അധ്യാത്മരാമായണത്തിലാകട്ടെ 3-4 സർഗം, 2 സർഗം, അതും 4-ാം സർഗം മുഴുവനില്ല. 3-ാം സർഗം കഴിഞ്ഞ് 4-ാം സർഗത്തിൻ്റെ പകുതിയാകുമ്പോഴേക്ക് കൗസല്യയോട് രാമൻ സമ്മതമായി വനവാസത്തിന് പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞതുവരെ വർണ്ണിച്ചു കഴിഞ്ഞു. അത്ര ചുരുക്കിയിട്ട് അധ്യാത്മരാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ളൂ അർത്ഥം. അവിടെ ദശരഥൻ പിന്നെ മറ്റൊരു വ്യത്യാസം പ്രധാനമായിട്ടുള്ളത്, വാൽമീകി രാമായണത്തിന് വലിയ ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് രാമൻ്റെ അഭിഷേകം നിശ്ചയിക്കുന്നത്. അതും പല രാമായണകാരന്മാർ അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. രാജാധികാരിയായി വാഴിക്കാൻ രാമനെ അഭിഷേകം ചെയ്യാൻ രാജാവ് തീരുമാനിച്ചു എന്നല്ലാതെ അത് വലിയൊരു
ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്തെന്നും അവരൊക്കെ അനുവാദം വാങ്ങിയെന്നൊന്നും അധിക രാമായണകാരന്മാരും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് അധ്യാത്മ രാമായണത്തിലെ ദശരഥ കൈകേയി സംവാദം ഒന്ന് ശ്രദ്ധിച്ച ശേഷം മറ്റു രാമായണങ്ങളിലും അത് ചുരുക്കി പറഞ്ഞത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് ബാക്കി വിഷയങ്ങളിൽ കാണാം. അപ്പോൾ ഈ മന്ധര കൈകേയിയെ പ്രേരിപ്പിക്കുന്നു. രാമൻ രാജാവായി കഴിഞ്ഞാൽ രാജമാതാവ് നിലയ്ക്ക് കൗസല്യക്കാണ് സ്ഥാനം ഉണ്ടാവുക, നിന്റെ സ്ഥാനം വളരെ താഴ്ന്നു പോകും, നീ അടിമയെപ്പോലെ കഴിയേണ്ടി വരുന്നൊക്കെ പറഞ്ഞ് കുത്തിയിളക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവള് ആ മന്ധരയുടെ വാക്ക് പ്രമാണമായി എടുത്തിട്ട് ക്രോധാലയത്തിൽ ചെന്ന് കിടന്നത്. ആ ക്രോധാലയത്തിൽ ചെന്ന് കിടക്കുന്ന കൈകേയിയോട് ദശരഥൻ പറയുന്നു. ദശരഥൻ്റെ വാക്കുകളൊക്കെയാണ് നമുക്ക് അധ്യാത്മരാമായണത്തിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു ശ്രദ്ധിക്കേണ്ടത്. അതേതാ അവിടെ 3-ാം അധ്യായത്തിൽ തുടക്കത്തിൽ കാണാം. തതോ ദശരഥോ രാജാ രാമാഭ്യുദയ കാരണാൻ ആദിശ്യ മന്ത്രപ്രകൃതി സാനന്ദോ ഗൃഹമാവിശൽ. രാമനെ അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മന്ത്രിമാർക്ക് കൊടുത്ത ശേഷം ആനന്ദത്തോടുകൂടി കൈകേയിയുടെ ഗൃഹത്തിലെത്തിയത്. കാരണം ഈ സന്തോഷ വാർത്ത അവൾ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടും അവൾക്ക് സന്തോഷമാകുന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സാധാരണ ഇതിൽ താൻ കൈകേയി കാണാനുള്ള കൊട്ടാരത്തിൽ അവളെ കാണാനില്ല. അപ്പോൾ തോഴിമാരോട് അവരുടെ ദാസികളോട് ചോദിച്ചു, അപ്രച്ഛ ദാസീനി കിടന്നാണ്. ദാസികളോട് ചോദിച്ചു, എവിടെ പോയി? കുതോവ സ്വാമിനി ശുഭ, നിങ്ങളുടെ ആ സ്വാമിനി എവിടെ പോയി എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, താ ഊജു ക്രോധഭവനം പ്രവിഷ്ടാൻ അയവ വിദ്മഹേ. അല്ലെ രാജാവേ, അവള് ക്രോധാലയത്തിൽ പോയി എന്നാണ് ഞങ്ങൾ അറിയുന്നത്. എന്താ കാരണം എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യൂ? ദേവ ത്വങ്കത്വ നിശ്ചയിത വർഷസി, അങ്ങ് തന്നെ പോയിട്ട് അറിയോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ രാജാവ് ഭയം കൊണ്ട് ഉറച്ചു എന്നാണ് അധ്യാത്മകാരൻ പറയുന്നത്. കാരണം ക്രോധാലയത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ സംഗതി അല്ലല്ലോ. അവൾക്ക് തന്നോട് എന്തോ വെറുപ്പുണ്ടെന്നിപ്പോൾ ഏതോ ഒരു കാര്യത്തിൽ തൻ്റെ പ്രിയപത്നി ക്രോധിച്ചിരിക്കുന്നു എന്ന് ദശരഥന് സൂചന കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഭയന്ന് ഉറച്ചു. ഇത്യുക്തോ ഭയസന്ത്രസ്തോ രാജ തസ്യ സമീപക ആണ് കവിവാക്യം. ഭയം കൊണ്ട് വിറച്ചുകൊണ്ടാണ് അവിടുത്തെ ചെന്നത്. അപ്പോൾ കൈകേയിക്ക് എന്തെങ്കിലും അപ്രിയം ഉണ്ടായി കഴിഞ്ഞു, കൈകേയി തൻ്റെ ഏതെങ്കിലും തീരുമാനത്തിൽ വേറെന്ത് കാര്യത്തിലായാലും കൈകേയിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായി, വിപ്രിയം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ചേഷ്ടകളൊക്കെ അതനുസരിച്ചാണ്. അവിടെ ചെന്നു, അവളുടെ കാൽക്കലിരുന്നിട്ട് അവളുടെ കാലൊക്കെ തടവി കൊടുത്തു. എന്നിട്ട് യാതൊരു ഒരു മഹാരാജാവാണ് അതൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ഈ കാമം കൊണ്ട് ദാസനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? നല്ല തലോടിയെന്നാണ്. ആ ശരീരത്തൊക്കെ കാലൊക്കെ തലോടിയിട്ട് അവളോട് പറഞ്ഞു, ഉപവിശ്വസനേ ദേഹം സ്പർശന്റെ ഈ പാണി ഞാൻ ദ്രവീതെന്നൊക്കെയാണ്. അതിന് കാലൊക്കെ തടവി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അത് ആത്മീയമാനത്തുള്ള തന്നെ സാരത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് ദുഃഖം ഉണ്ടായത്? ആര് കാരണമാണ് ഇത് ദുഃഖിക്കുന്നത്? ആര് ഹേതുവായിട്ടാണോ നിനക്ക് ഈ ദുഃഖം വന്നുപെട്ടത്? ആളെ വധിക്കണ്ടെങ്കിൽ പോലും ഞാൻ വധിക്കാം. ആൾ ദരിദ്രനാണെങ്കിൽ ആൾ നിനക്ക് ആരോടും പ്രീതി ഉണ്ടെങ്കിൽ അയാളെ ഞാൻ സമ്പന്നനാക്കാം. നിനക്ക് ആരോടെങ്കിൽ അപ്രീതി ഉണ്ടെങ്കിൽ സമ്പന്നനായാലും ഞാൻ ദരിദ്രനാക്കാം. എന്നിങ്ങനെ നീതിബോധമുള്ള ഒരു രാജാവ് ഒരു കാലത്തും പറയുകയോ വിചാരിക്കുകയും കൂടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. സമയ ദണ്ഡ്യസ്ഥ മധ്യസ്ഥ ഭവിഷ്യതി. അതായത് കൈകേയിയുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ന്യായാന്യായം പോലും നോക്കാതെ താൻ എന്തും ചെയ്യാമെന്നാണ്. രോഹിയും ധനിനം കുര്യാം ദരിദ്രം ദേ പ്രിയങ്കരം. എനിക്ക് പ്രിയങ്കരാണെങ്കിൽ ഞാൻ അയാളെ ദരിദ്രനാണെങ്കിൽ ധനികനാക്കാം. ആരോട് അപ്രിയമാണ് നിനക്കുള്ളതെങ്കിൽ ആ ധനികനെ ഞാൻ ദരിദ്രനാക്കാം എന്നൊക്കെ കുറച്ച് ഇഷ്ടത്തിൽ പറഞ്ഞു. ഇങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അന്ന് മാത്രമല്ല, കൈകേയി ആവശ്യപ്പെടാതെ തന്നെ രാമനെ പിടിച്ചതിനെ സത്യം ചെയ്തു. ഇതിബ്രുവാണൻ രാജാനം ശപന്തൻ രാഘവോപരി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ശപന്തം ചില അവിടെ ശപഥം ചെയ്തു മാത്രം. ഞാനെന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ദശരഥൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ വിസ്താരങ്ങളൊന്നുമില്ല. അങ്ങനെ എനിക്ക് പറഞ്ഞൊക്കെ ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുറപ്പിക്കുന്നൊന്നുമില്ല കൈകേയിയുടെ. ഇങ്ങനെ താൻ എന്താ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ പൂർവ്വ കഥയൊക്കെ പറഞ്ഞു.
പൂർവ്വം ദേവാശ്രയത്വം പരിരക്ഷിത. പണ്ട് ദേവാശ്രയത്വത്തിൽ ഞാൻ അങ്ങേ രക്ഷിച്ചിരുന്നു, അന്ന് വരദരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരവിത ഞാനിപ്പോൾ ചോദിക്കുകയാണ്. എന്താ വേണ്ടത്? മുനിവേഷധര ശ്രീമഞ്ജടാവൽക്കല ഭൂഷണ. മുനിവേഷം ധരിച്ചിട്ട് ജടാവൽക്കലങ്ങളോടുകൂടി രാമൻ കാട്ടിലേക്ക് പോകണം. രാമന് അഭിഷേകം ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങളുണ്ട്. എൻ്റെ മകൻ അഭിഷേകം ചെയ്യണം. പ്രഭാതത്തിൽ തന്നെ, വൈകുന്നേരം സന്ധ്യാവുമാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. പ്രഭാതേ ഗച്ഛതു വനം രാമോ രാജീവലോചന. പ്രഭാതത്തിൽ തന്നെ രാമൻ കാട്ടിലേക്ക് പോട്ടെന്ന്. കൈകേയിയുടെ വാക്യം കേട്ടിട്ട് ദശരഥൻ മോഹാത്സം കെട്ട് വീണതും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തൻ്റെ പത്നി വ്യാഘ്രീവിവ എന്നാണ്, ഒരു പെൺപുലിയങ്ങാ മുമ്പിൽ നിൽക്കുന്ന പോലെ രാജാവ് തോന്നി. രാജാവ് വളരെയധികം കരഞ്ഞു. അതിൽ പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് എന്നൊക്കെ ദീനദീനമായി വിലപിച്ചു. പക്ഷെ ആ വിലാപങ്ങളൊന്നും തന്നെ കൈക്കൊണ്ടില്ല. എന്നിട്ട് രാജാവിനെ പരിഹസിക്കുന്ന വീട്ടിൽ പറയുകയും ചെയ്തു, അങ്ങ് പ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ വിടംബസേ സർവസമന്തരേഷു ഇങ്ങനെയൊക്കെ നടിക്കുന്നത് എന്താണ്? അങ്ങക്ക് പറ്റിയ ഏർപ്പാടല്ലേ ഇത്? മിഥ്യാപ്രതിജ്ഞോ നരകം പ്രയാഹി. പ്രതിജ്ഞ ചെയ്തിട്ട് അത് പാലിക്കാൻ അങ്ങ് ഉത്സാഹിക്കുന്നില്ലെങ്കിൽ, അതിന് വിപരീതമായിട്ടാണ് ചെയ്യാൻ ഭാവമെങ്കിൽ അങ്ങക്ക് നരകം തന്നെയാണ് ഫലം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ പാടെ പരിഭ്രമിച്ചു. പ്രഭാതാവാറായി. മന്ത്രിമാരൊക്കെ രാജാവ് ഉണർന്നു വരാത്ത വിചാരിച്ച് പരിഭ്രമിക്കുന്ന സമയത്ത് സുമന്ത്രൻ അങ്ങോട്ട് ചെന്നു. സുമന്ത്രൻ രാജാവിൻ്റെ ദയനീയ സ്ഥിതി കണ്ടിട്ട് കൈകേയിയോട് ചോദിക്കുന്നതാണ്, അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നാണ്. അവൾ പറഞ്ഞു, അദ്ദേഹത്തെ പറ്റിയ വിഷമങ്ങളൊക്കെ ഞാൻ പറയാം, പക്ഷെ നീ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. സുമന്ത്രന് ദശരഥൻ്റെ നിയോഗപ്രകാരം, അതായത് ദശരഥനോട് സമ്മതമായ രീതിയിൽ രാമനെ കൂട്ടിക്കൊണ്ടുവന്നു. രാമനോട് പറഞ്ഞു. അവിടെ രാമൻ പറയുന്നതാണ്, എനിക്ക് രാജ്യം വേണമെന്നില്ല, ഭരതൻ രാജ്യം ഭരിച്ചോളട്ടെ. ഭരതസ്യവ രാജ്യം സ്യാദ് അഹം ഗച്ഛാമി ദണ്ഡകാൻ. ഞാൻ ദണ്ഡവനത്തിലേക്ക് പോയിക്കൊള്ളാം. പക്ഷെ രാജാവ് ഇതെന്നോട് നേരിട്ട് പറയാൻ എന്താ വിഷമമുള്ളത്? കിന്തു രാജാന ഭക്തീഹ മാം നജാന എത്ര കാരണം. എന്നോട് നേരിട്ട് പറയാമായിരുന്നു, ഞാൻ അച്ഛൻ്റെ വാക്ക് ലംഘിക്കുന്നതല്ല, അങ്ങനെ പറയാത്ത എനിക്ക് ദുഃഖമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ വാൽമീകി രാമായണത്തിൽ കണ്ടതുപോലെയാണ്. പക്ഷെ ആ വാൽമീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞത്. ഇവിടെ 3ാമത്തെ സർഗം കൊണ്ട് തന്നെ, ഒരു സർഗം കൊണ്ട് തന്നെ അതൊക്കെ കഴിച്ചു. 80 ശ്ലോകങ്ങൾ കുറച്ച് വലിയ സർഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയമായിട്ട് ഇത് കുറേ സർഗങ്ങളിലായി വിസ്തരിച്ച് പറഞ്ഞ കഥയാണ്, അഥവാ ഭാഗങ്ങളാണ്. അങ്ങനെ കൗസല്യ എടുത്തു ചെന്നു. കൗസല്യ വാൽമീകി രാമായണത്തിലെ കൗസല്യയെ പോലെ തന്നെ, നീ എന്നെ വിടിയാണ്, ഞാൻ ജീവൻ വിടിയും എന്നൊക്കെ വിലപിച്ചു. രാമൻ അവിടെയും പറഞ്ഞു, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം ഭർത്തൃശുശ്രൂഷയാണ്. അതുകൊണ്ട് അങ്ങ് സ്നേഹം കൊണ്ട് അന്ധയായിട്ട് എന്നോടുള്ള താല്പര്യാതിരേകം കൊണ്ട് ധർമ്മം മറന്നുപോരുന്നൊക്കെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഈ ഭാഗങ്ങളിലൊന്നും സവിശേഷമായിട്ടോ വളരെ വ്യത്യസ്തമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇനിയിപ്പോൾ നമ്മൾ ഈ കമ്പരാമായണത്തിലേക്ക് കടന്നാൽ, കമ്പരാമായണത്തിൽ ഈ ഭാഗങ്ങളൊക്കെ വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. കമ്പരാമായണം പൊതുവെ യുദ്ധകാണ്ഡത്തിന് കൊടുത്തത്ര പ്രാധാന്യം വേറെ ഒരു കാണ്ഡത്തിനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബാക്കി അദ്ദേഹം കഥകളിയുടെ ഭാഷയെ പറഞ്ഞ പോലെ ശ്ലോകത്തിൽ കഴിക്കുകയും ചെയ്യുന്നുള്ളൂ, ചുരുക്കി പറയുകയും ചെയ്യുന്നെന്ന് അർത്ഥം. അദ്ദേഹം രാമൻ രാജാവാക്കണമെന്ന് തീരുമാനിച്ചതു അതൊക്കെ എല്ലാവർക്കുള്ളതുപോലെ പറഞ്ഞു. മന്ധരയുടെ ദുരുപദേശം പറഞ്ഞു. മന്ധരയുടെ വാക്യം കേട്ട് ക്രോധാലയത്തിൽ പോയി കിടക്കുന്നു തൻ്റെ ഭാര്യ എന്ന് കേട്ടപ്പോൾ ദശരഥൻ അവിടെ ചെന്നിട്ട് ചിന്തിച്ചു തൻ്റെ മണിയറായി ഉൾപ്പൊക്കു സന്താപമോടു ശയിച്ചാളവനിയിൽ. അതാണ് കൗസല്യ കൈകേയി ചെയ്തതെന്നാണ്. ക്ഷീണിച്ചു കേണു കിടക്കും ദൈതയെ കണ്ട് അകൻ ക്ഷീണിച്ചു ചെന്ന് അരികത്തിരുന്നേടിനൻ ജീവനാഥേ നിനക്കെന്തൊരു സങ്കടമേവം ധരിത്രിയിൽ വീണു കിടക്കുവാൻ. എല്ലാവരും രാമായണത്തിലുള്ളതുപോലെ ചോദിച്ചു. അവള് പറഞ്ഞു, അവളാകട്ടെ രാമായണത്തിലോ അധ്യാത്മരാമായണത്തിലോ ഉള്ള പോലെ പോലും കാര്യങ്ങളൊന്നും കമ്പരാമായണം വിസ്തരിക്കുന്നില്ല. അവളെന്ത് ചെയ്തു? നേരെ ഇവനെ പറഞ്ഞു, ഒരു മധുരവാക്യം എന്താവാ ഞാൻ ചിത്തധാരിയിലോ ഏറ്റമൂർത്തിയില്ല. അവളെ കുറച്ച് വ്യത്യാസമായിട്ട് പറയുന്നത്, എനിക്കിന്ന വരം തരണമെന്നും അല്ല അവൾ ആദ്യം പറയുന്നത്. അവൾ പറഞ്ഞത് അങ്ങനെ സാമർഥ്യ കലശലുണ്ട്. എൻ്റെ മകനായ ഭരതൻ രാജ്യത്ത് പോയ സമയത്ത് അങ്ങനെ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ അധികം പറയുന്നു, എന്തിനു ഞാൻ പലതും പറഞ്ഞിടുന്നു, നെന്തിരുമേനി എനിക്കൂ പുരാ എന്ന് പറഞ്ഞു.
അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പണ്ട് എനിക്ക് വാഗ്ദാനം ചെയ്ത വരം ഇപ്പൊ തരണം എന്ന് പറയുകയും ചെയ്തു. ആരണ്യദേശേ വസിക്കണം രാഘവനീയുടെ വത്സരം കഴിയും വരെ ഒക്കെ എല്ലാ രാമായണങ്ങളിലും ഈ കാര്യം പറഞ്ഞു. ദശരഥൻ ബോധരഹിതനായി വന്നു വീണുപോയി എന്നും അങ്ങനെ ബോധരഹിതനായി കിടക്കുന്ന അദ്ദേഹത്തെ കണ്ട് പിന്നീട് അവിടെ എത്തിച്ചേർന്ന സുമന്ത്രര് അത്ഭുതപ്പെടുന്നു. സുമന്ത്രരോട് കൈകേയി രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നതൊക്കെ അതേപോലെ പറഞ്ഞിരിക്കുന്നു. അത്യാത്മാവാണ് കിളിപ്പാട്ടിലും നമ്മൾ ഈ ഒരു ഘട്ടം തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമ്പ്രദായത്തിൽ തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. വ്യത്യാസമുള്ള അവിടെ നിന്ന് അവർ വാൽമീകി വർണ്ണിച്ചത്ര വിസ്തരിച്ച് വർണ്ണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാമായണം ശംഭുകാരൻ സ്വതേ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന ആളാണ്. അദ്ദേഹം ഇത് വർണ്ണിച്ചിട്ടുള്ളത് കേൾക്കാൻ രസമാണ്. അദ്ദേഹം ഈ മന്ധരാവാക്യം കേട്ട് ക്രോധിച്ച് ചെല്ലുന്ന ആ കയ്യയെ തേടിയിട്ട് അവിടെ പോയി. എന്നിട്ട് അന്നേരം ചെന്നു മന്ത്രിച്ചിതു ഷഠഹൃദയാ കയ്യയീ കർണമൂലേ ധന്യാത്മൻ മുന്നമെങ്ങൾക്കരുളിയവർ യുഗ്മം മറന്നീല എല്ലി. അവിടെ ചെന്നിട്ട് ദശരഥൻ ചോദിച്ചപ്പോൾ കയ്യെ ഒരു മടിയില്ലാതെ പണ്ട് എനിക്ക് 2 വരം തന്നത് മറന്നുപോയോ നേരിട്ട് ചോദിക്കാൻ വളരെയൊന്നും വിസ്തരിക്കുന്നില്ല. ഇന്നച്ചോ രാമനെ കാനന ഭുവി പെരുമാറിയിടുവാനായി നിയോഗിച്ച് എന്നുണ്ണിക്കാക്കണം നാടഖിലവും ഇതിമേ പ്രാർത്ഥനാകീർത്തി സിന്ധോ. എനിക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ ഉണ്ണിയായ ഭരതന് രാജ്യം കൊടുക്കണം. രാമൻ 14 വർഷം കൊണ്ടുപോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രവണപരുഷവാണീവേവമാകർണ്യതൂർണം വിവശതയോട് വീണു വേർപറിഞ്ഞാലു പോലെ. പേരറ്റിട്ട് വലിയ ആൽവൃക്ഷമൊക്കെ വീഴുന്ന പോലെ അല്ല വീണ് പോയി എന്നൊക്കെ. വീണ്ടും കഷ്ടിച്ച് ബോധം വീണ്ടും കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഠിനഹൃദയേ കാന്താരേ വൈക്കുമാരൻ ഇത് അന്വഹം കൊടിയ വെയിലും കാറ്റും പേമാരിയും സകതേ കഥം. കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ച എൻ്റെ മകൻ കാട്ടിൽ പോയിട്ട് വെയിലും മഴയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടും എന്നൊക്കെ പറഞ്ഞതാണ്. ഈ മന്ദഭാഗിനി വെറും. പിന്നെ ഇവിടെ വളരെ രസത്തെ ഒരു ശ്ലോകം ദശരഥരായിട്ടും മറുപടിയായിട്ട് കൈകേയിയുടെ ഒരു ശ്ലോകം, പിന്നെ അതിന് മറുപടിയായിട്ട് ദശരഥന്റെ ശ്ലോകം. ഇങ്ങനെ ഒരു നാടകീയമായ ഒരു ആഖ്യാനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരാൾ പറഞ്ഞ വാക്യങ്ങൾ കുറേ പറഞ്ഞതിന് ശേഷമല്ല. അടുത്ത ശ്ലോകത്തിൽ 44 ശ്ലോകത്തിൽ എൻ്റെ മകനെ എങ്ങനെ കാട്ടിലയക്കുമെന്ന് ദശരഥന്റെ സങ്കടം കേട്ടപ്പോൾ കൈകേയി പറയുന്നത് എന്താണ്? ഈ മന്ദഭാഗിനി വെറും ഭരതന് ലജ്ജരയമാധികാര്യം ഖേദം രാമങ്കര വത്സത കൊണ്ടു ദൃഢപ്രതിജ്ഞാമോ കളഞ്ഞുകള ഭന്മനുവംശഖേദോ. എനിക്ക് ജനിച്ച മകനായ ഭരതന് രാജ്യമില്ല എന്ന് വന്നാൽ പോലും എനിക്ക് സങ്കടമില്ല. പക്ഷെ അങ്ങ് രാമനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് വാക്ക് മാറുന്ന മോശമല്ലേ എന്നായിരിക്കാൻ. ദൃഢപ്രതിജ്ഞാമോ കളഞ്ഞു വളവൻ, അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്താണല്ലോ, അത് കളയുന്ന മോശമല്ലേ എന്നാണ്. ആ വ്യത്യാസം നോക്കണം. യഥാർത്ഥത്തില് ഒരു വാക്ക് പറഞ്ഞിട്ട് അത് ലംഘിച്ചാൽ ദശരഥന് അപമാനവും ദിര്യശസ്സും ഉണ്ടാവുമല്ലോ എന്നുള്ളതിന് ഊന്നിക്കൊണ്ടാണ് കൈകേയി പറയുന്നത്. ഇവിടുത്തെ വാക്യം കേട്ടാൽ തോന്നുന്നത് വെച്ചാൽ കൈകേയിക്ക് ദശരഥനെ പറ്റി ലോകാഭിപ്രായം മോശമാവുന്നതിനെ പറ്റി ആ ദുഃഖമുള്ളത് എന്നാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനതിൽ നിർബന്ധിക്കുന്നത്. അല്ലാതെ എൻ്റെ മകൻ രാജ്യം കിട്ടിയില്ലേ പോലും ഒന്നുമില്ല എന്നാണ്. ക്ഷേമാധികാരം ഇയലാതിലില്ല ഖേദം എന്നാണ്. എൻ്റെ മകനായ ഭരതന് രാജ്യം കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ദുഃഖമൊന്നുമില്ല, പക്ഷെ അങ്ങേക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ലേ എന്നുള്ള പോലെയാണ്. അപ്പോൾ ദശരഥൻ പറഞ്ഞു, രാമൻ പൊയ്ക്കൊള്ളുമയ്യോ വിപിനഭുവിതം കൗതുകം കൈവെടിഞ്ഞിന്നാമോ ലോകർക്ക് കൗതൂഹലമിതു കളവാനിന്ന് സസ്യാഭിഷേകേ. ദശരഥൻ പറയുന്നത് ജനങ്ങൾക്കുള്ള രാമൻ ഞാൻ പറഞ്ഞാൽ നിർദ്ദേശം പാലിക്കാതിരിക്കില്ല, കാട്ടിൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ജനങ്ങൾ കൗതുകത്തോടു കൂടിയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അഭിഷേകം മുടങ്ങിപ്പോലോ എന്നാണ്. ഈ രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. ആഹാ മകന് തപനാടഖിലം കൊടുക്കാൻ പോകേണമോ വിവനസീമനി വത്സനം. എൻ്റെ മകൻ രാമൻ കാട്ടിൽ പോകണോ, നിന്റെ മകന് രാജ്യം കൊടുത്തേക്കാം എന്നൊക്കെയാണ്. കൈകേയി രാമനോടണഞ്ഞ് സുഖിച്ചിരിപ്പാൻ, രാമനോട് കൂടിയിട്ട് സുഖിച്ചിരിക്കാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നാണ്. അദ്ദേഹം ശ്ലോകത്തിൻ്റെ ഘടനയിലൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കൈകേയിയോട് വീണ്ടും പറയുന്നത്, വത്സം കഠോരഹൃദയേ നയനാഭിരാമൻ രാമം വിനാനഖലു
തിഷ്ടജീവിതം മേ. അല്ലയോ ദുഷ്ടഹൃദയെ, എനിക്ക് രാമനില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞു എന്നാണ്. പ്രിയേ കൈകേയി ത്വം കഠിനഹൃദയം എത്തൊരമരിയും പ്രിയം പുന്മാനുണ്ടേ. ഞാൻ കഠിനഹൃദയായി നിന്നെ ഇത്രയും കാലം പ്രീതമയാന്ന് വിചാരിച്ചു വെച്ചിരുന്നല്ലോ. അതൊക്കെ ദീർഘമായി വിലപിക്കുന്ന കഥയെ പോലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ആരും വരുത്തിയിരിക്കുന്ന സങ്കടമല്ല, ഇത് വിധിവിഹിതം തന്നെയാണെന്ന് പറഞ്ഞിട്ട് താൻ പണ്ട് യൗവനകാലത്ത് വേട്ടയ്ക്ക് പോയതും ആന തുമ്പിക്കയിൽ വെള്ളമെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഋഷിപുത്രനെ വധിച്ചതായ സംഗതികളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ വാൽമീകി രാമായണത്തേക്കുള്ളത്. കുറേ കഴിഞ്ഞിട്ട് ദശരഥൻ മരണാസന്നായിരിക്കുമ്പോൾ രാമൻ കാട്ടിൽ പോയതിന് ശേഷം കൗസല്യാദികളോട് പറയുന്നതായിട്ടാണ് നമ്മൾ വാൽമീകി രാമായണത്തിൽ കാണുക. രാമായണ തമ്പൂല് കൈകേയിയോട് ഇത് പറഞ്ഞതായിട്ടാണ് ഇവിടെ പറയുന്നത്. ആ കഥ നമ്മൾ വാൽമീകി രാമായണത്തിൽ കാണും. പക്ഷെ ഇവിടെ നല്ല കുറേ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ രംഗത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ കൈകേയും ദശരഥനും തമ്മിലുള്ള ഈ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കെ പ്രഭാതമായി. രാജാവ് പള്ളിക്കുറപ്പുറന്നില്ല എന്ന് കണ്ടിട്ട് സ്വതന്ത്രം വരും നോക്കുക. അതേപോലെ തന്നെ കിളിപ്പാട്ടിലും ധർമ്മരാമായണത്തിലുള്ളതൊക്കെ പോലെ തന്നെ ഇവിടെ ഈ ചമ്പൂലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വതന്ത്രരായിട്ട് മകനെ വിളിച്ചു. മകനായിട്ട് എന്ത് ചെയ്തു? രാമൻ കൈകേയിയോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്. നേത്രം കുളിർക്കമവത്സന രാമമാരൽപ്പർത്തിങ്ങു കാണുന്നതിന് സമ്പ്രതി കൊണ്ടു ഭാനി ശാസ്ത്രീശവാക്യം ഇതു കേട്ടു ശുചാ സുമന്ത്രം തൂഷ്ണിംസ ഗദ്ഗതയുദ്ധ ഗണസ്തധാപുൽ. രാമൻ എനിക്ക് കാണണം കൊണ്ടുവന്നു വന്നപ്പോൾ അദ്ദേഹം രാമനെ വിളിച്ചു കൊണ്ടുവന്നു. രാമനാകട്ടെ അകപ്പാടെ അച്ഛൻ്റെ ദുഃഖം കണ്ട് പരിഭ്രമിച്ചിട്ട് ചോദിച്ചു, എന്താണ് അച്ഛന് പറ്റിയത്? ഞാൻ എന്താണ് അമ്മയ്ക്ക് അച്ഛന് വേണ്ടി ചെയ്യാത്തത് എന്നൊക്കെ വളരെ ഖേദത്തോടെ കയ്യേട് ചോദിക്കാൻ. ഭീതോ ഭൂഭരതം ബകിംബഭരത കിംവാവനൽപാവനസ്തോഹം സകലന്വവാചകമത താതക്കുത ശോചധീ. ഈ കാട്ടിൽ പോകണം എന്നുള്ളത് കയ്യെ സൂചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞത് കാട്ടിലിപ്പോൾ എന്താ വിഷമമുള്ളതെന്ന്. അതിനെന്തിനാ അച്ഛൻ വിഷമിക്കുന്നത്? യഥാർത്ഥത്തിൽ എനിക്കത് വിഷമമില്ലാത്ത കാര്യമാണ്, എളുപ്പം സാധിക്കാവുന്നതാണ്, ലഘ്വീന്നാണ്, ചെറിയ കാര്യമാണ്. അതിനെന്തിനാണ് അച്ഛനത് പറയാൻ പഠിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിച്ചു. ഭോജജമ്പൂല ചില ശ്ലോകങ്ങളൊക്കെ അങ്ങനെ അതേപോലെ പകർത്തി വെച്ചിട്ടുണ്ട് ഈ കമ്പുകാരനും. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയെ സമാധാനിപ്പിച്ചു എന്ന് പറയുകയാണ് ചമ്പൂൽ ചെയ്യുന്നത്. സീതയായിട്ടുള്ള സംവാദവും കൗസല്യയും ശ്രീരാമൻ തമ്മിൽ സംവാദമൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഇനി രാമചരിതമാനസത്തിലേക്ക് കടന്നാൽ, രാമചരിതമാനസായിരുന്നു സാമാന്യം ദീർഘമായി വിസ്തരിച്ച് പറയുന്ന ആളാണ് അദ്ദേഹം. ഈ രാമന്റെ ദശരഥന്റെ പരിഭവങ്ങളും കൈകേയി വളരെ സമർത്ഥമായിട്ട് എങ്ങനെയാണ് ആ വരം നേടുന്നതെന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങളൊക്കെ ആയിട്ടാണ് പറയുക. എന്താണ് പറയുന്നത് സാമാന്യം നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഥയുടെ ആന്തരിക ഘടനയിലോ കഥയുടെ ചലനത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാ രാമായണകാരന്മാരും വാൽമീകി രാമായണത്തെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കുന്നത്. കഥയുടെ വികാസത്തിന് വ്യത്യാസമൊന്നുമില്ല. വർണ്ണനകളിൽ കുറേ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ ചില കാര്യമായ വ്യത്യാസമുള്ളത് ഇനിയുള്ള ഭാഗത്ത് ആരണ്യകാണ്ഡത്തിലൊക്കെ കാണാം, അപ്പോൾ പറയാം. ഇവിടെ തുളസീദാസന്റെ രാമായണത്തിലെ രാമചരിതമാനസത്തിലെ കൈകേയി ക്രോധാകാരത്തിൽ കിടക്കുന്നു കേട്ടപ്പോൾ എന്താ ചെയ്തത് ദശരഥൻ എന്ന് പറയുന്നത്? വീരപഞ്ചസ്യ നാമ ഇദ്ദേഹം ഇന്നൊരു നാരി കോപിച്ചെന്നു കേട്ടു വിറച്ചുപോയി. ഇത് പഞ്ചാസനാണ്, അതായത് രാജസിംഹമാണ്. രാജസിംഹമാണെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ദശരഥൻ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ ഭയന്നുപോയി എന്നാണ്. കാണുവിന്മർത്യരെ ലോകജേതാവായ കാമദേവസ്വാമി തന്റെ പരാക്രമം കൂർത്ത ശൂലങ്ങളും വജ്രവും വാളുകളും മാർത്തട്ടിരക്കിലും കൂസത്ത വീരരും മാരന്റെ താരം പുജന്നു തറച്ചകോ മാരണക്കുണ്ടിയിലകപ്പെടുന്നില്ലയോ. സന്ദർഭം കിട്ടുമ്പോൾ ലോകതത്വങ്ങളൊക്കെ വളരെ വിസ്തരിച്ച്
വിവരിക്കുകയാണ് തുളസിദാസൻ ചെയ്യുന്നത്. മഹാകേമനായിട്ട് ഉള്ള ഈ ദശരഥൻ ഭാര്യ മേടിച്ചു വന്നപ്പോൾ ഭാര്യയോടുള്ള കാമാസക്തി കൊണ്ട് എത്ര വിഷമിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ കോർത്തുമൂർത്ത ശരങ്ങളേറ്റാലും വെട്ടുകൊണ്ടാ പോലും ഭയപ്പെടാത്ത ധീരന്മാർ പോലും കാമന്റെ വശകരായാൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് പറയാൻ. വന്നണഞ്ഞിടാൻ തുടങ്ങുന്ന വൈധവ്യമെന്നുള്ള ദുർദിഷ്ടമുദ്രയായി തോന്നിടും. ഈ കയ്യയുടെ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ തനിക്ക് തന്നെ വരാൻ പോകുന്ന വൈധവ്യത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് അവർ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ കാമജാബല്യത്തോട് കൂടിയിട്ട് ദശരഥൻ കയ്യേട് പറയുന്നുണ്ട്. ഓമനെ ശാരദാചന്ദ്ര രമ്യാനനെ രാമരാസാക്ഷിമാർ ചൂടുങ്കിരീടമേ കോകിലാഭാഷിണി മത്തേ ഭഗാവിനി കോപിപ്പതെന്തു നീ ചൊല്ലൻ പ്രിയേ. ആരൊരാൾ അപ്രിയൻ ചേർത്തു ഭഗവതിയിൽ ആരഗ്രഹിപ്പൻ വരണമെന്നന്തകൻ ഒക്കെ വാൽമീകി രാമായണത്തിൽ അധ്യാപനത്തിലൊക്കെ തന്നെയാണ് സംഗതികൾ. അദ്ദേഹം കുറച്ചുകൂടി വിസ്തരിക്കുന്നതേ ഉള്ളൂ. ആരുടെ ജീവനെടുക്കാനാണ് അന്തകം വരേണ്ടത്? അതായത് നിന്നോട് ആരെങ്കിലും അപ്രിയം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വധിക്കുകയാണ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഈ കാമജാബല്യത്തോട് കൂടിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് കയ്യിൽ ധൈര്യം വന്നതെന്നാണ് കവി പറയുന്നത്. വേഗേന മാനിനി കൈക്കലാക്കിയിടുവാൻ വേടത്തി ജാലം വിതയ്ക്കുന്ന മാതിരി വല വിരിച്ചിട്ട് മൃഗങ്ങളൊക്കെ പിടിക്കുമല്ലോ വേട്ടക്കാരൻ വേടത്തിയുള്ളത്. അതുപോലെയാണ് ഈ സ്ത്രീ കൈകൈ ചെയ്തതെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവള് പക്ഷെ എന്താ ചെയ്തത്? ക്രോധത്തെക്കാൾ കൂടുതൽ അവള് അനുരാഗ ചിഹ്നങ്ങളൊക്കെ മന്ദഹാസം കൊണ്ടു രാഗം നടിച്ചുടൻ മന്ദം കടാക്ഷിച്ചു കൈകൈ ചൊല്ലിനാൾ. ക്രോധത്തെക്കാൾ കൂടുതൽ അവളെന്ത് ചെയ്തു? കുറച്ച് പുഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി തന്നെയാണ്. അത് പറഞ്ഞു. എന്നാൽ മതീപ്സിതരെന്തെന്നറിഞ്ഞതു തന്നിടുവാനില്ലൊരുക്കമെന്ന് ഞാൻ അദ്ദേഹത്തെ കുറച്ചുകൂടി ചുണ്ടിപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങ് ഈ പഞ്ചസാര വാക്കുകളൊക്കെ പറയുന്നതേ ഉള്ളൂ, മധുരപതാരമായ വാക്ക് പറയുന്നതേ ഉള്ളൂ, അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചെയ്യുന്ന ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങ് പ്രതിജ്ഞ ചെയ്യണമെന്ന് പറയാൻ കുറേ വരികളിലൂടെയാണ് കൈകേയി തന്റെ വരം സാധിച്ചെടുക്കുന്നത്. ധാരാളം വരികളാണ് അതിനു വേണ്ടി തുളസിദാസ് ഉപയോഗിക്കുന്നത്. ചൊല്ലു പാലിക്കുവാൻ വേണ്ടി സ്വജീവിതം പുല്ലായി ഗണിക്കുവോർ വംശരോർക്ക നീ. ദശരഥനായിട്ടെയുള്ള വാക്ക് കേട്ട പറഞ്ഞുകൊണ്ട് എൻ്റെ വംശത്തിൽ ജനിച്ചവർ ഇക്ഷ്വാകു വംശക്കാരൊക്കെ ജീവൻ പോലും വാക്കിന് വേണ്ടി കളയുന്നവരാണ്. അതുകൊണ്ട് നീ പിന്നെ പറയാൻ മടിക്കേണ്ടതില്ല എന്ന് വീണ്ടും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് 2 വരകൾ അവൾ പറഞ്ഞത്. അപ്പായിട്ട് അദ്ദേഹം അപ്പാടെ പരിഭ്രമിച്ചു എന്നൊക്കെ ഉള്ളത് സാധാരണ. കേകേയ പുത്രൻ ക്രോധമവാളതാ ഭീകരം കോശത്തിൽ നിന്നു ഉയരുന്നുഹ ദുഷ്ടതൻ ദുർബുദ്ധി മുഷ്ടിയെന്നോതിടാം നൈഷ്ഠുര്യമാണതിൻ വൈത്തല നിർണയം തേച്ചു തെച്ചയ്യോ കരാളമായി വൈത്തല മൂർച്ച വരുത്തിയ കല്ലാണ് മന്ധര. ആ ക്രോധമാകുന്ന വാളിനെ മൂർച്ച കൂട്ടുന്നവളാണ് ആ മന്ധര. രാജാവിൻ്റെ ഗണച്ഛേദം ചെയ്യുന്ന വാക്കാണ് പറഞ്ഞു നോക്കിയാൽ. ഇങ്ങനെ വളരെ വിസ്തരിച്ച് പറഞ്ഞ് രാമനെ കാട്ടിലയക്കാതെ ഇരുന്നുകൂടെ ഭരതൻ രാജ്യം കൊടുത്തുള്ളതൊക്കെ ദീനദീനമായിട്ട് ദശരഥൻ പറയുന്നതും ഒക്കെ വിസ്തരിച്ചിട്ടുണ്ട് അദ്ദേഹം. അതേസമയം രാമനാകട്ടെ ഇതൊന്നും കേട്ട് പരിഭ്രമിച്ചില്ല എന്ന് പറയുന്നുമുണ്ട്. രാജാവ് പറഞ്ഞു, ആ രാമൻ വനത്തിന് പോകാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എനിക്ക്. ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം. കൈകൈയായിട്ട് അതിൽ തന്നെ ഊന്നിട്ട് പറഞ്ഞു, രാമൻ നാളെ കാട്ടിലേക്ക് പോവില്ല, അങ്ങീ പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നുള്ളത് ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയത്. ഇങ്ങനെ കുറേ വരികളിലായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അത്യുക്തിയായിട്ട് തോന്നുന്നു നമുക്ക്, കുറേ ഏറെയാണ് പറഞ്ഞതെന്നർത്ഥം. അങ്ങനെയൊക്കെയാണ് ആ കൈകേയി ദശരഥ സംവാദം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം അമ്മയോട് അനുവാദം വാങ്ങാൻ വേണ്ടി പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. അപ്പോൾ സാമാന്യമായിട്ട് എല്ലാ രാമായണങ്ങളും കഥാഗതിയൊക്കെ ഒരുപോലെയാണ്. എല്ലാവരും കൈകേയിയുടെ ആ ദുർനയത്തെയും കൈകേയിയുടെ ആ സാമർഥ്യത്തെയൊക്കെയാണ് കാണിക്കുന്നത്. ദശരഥൻ്റെ കാമചാബല്യത്തെയും. അദ്ദേഹം വളരെ വൃദ്ധനാണെങ്കിൽ പോലും ഭാര്യയോടുള്ള കാമാസക്തി കൊണ്ടാണ് എന്തും ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ദശരഥ ദുഃഖമൊക്കെ ഉണ്ടായത്. രാമനാകട്ടെ അച്ഛൻ്റെ വാക്ക്
ഇവിടെ എല്ലാ രാമായണങ്ങളും നമ്മൾ കാണുന്നത് എന്താണ്? ദശരഥൻ നേരിട്ട് നീ കാട്ടിൽ പോകണമെന്ന് പറഞ്ഞതേ ഇല്ല എന്നുള്ളതാണ്. കയ്യാണെന്നൊക്കെ പറയുന്നത് അച്ഛൻ എനിക്കിങ്ങനെ വരുന്നതിട്ടുണ്ട്, അത് നിന്നോട് പറയാൻ അച്ഛന് മടിയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ദുഃഖിക്കുന്നത് പറയുകയേ ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് രാമൻ ഫലഭാഗത്ത് ഉദ്യുക്തനാവുന്നത്. ഇനി അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് സീതയും ശ്രീരാമനും തമ്മിലുള്ള സംവാദം, ലക്ഷ്മണൻ ക്രോധാകുലനായിട്ട് അച്ഛനെ വധിച്ചിട്ട് പോലും അങ്ങനെ രാജാവാക്കാന്ന് പറയുന്നു, ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതായ ഭാഗങ്ങൾ രാമായണങ്ങളിലേക്ക് ചിത്രീകരിച്ച് നോക്കാം. തൽക്കാലം ഇവിടെ സ്മരിക്കുകയാണ്.